100% ഗ്യാരണ്ടീഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. എല്ലാ മലയാളികളോടും, കാശുള്ള മലയാളികളോട്. ഓക്കെ, കാശുള്ളവർക്കാണ് ഫെസിലിറ്റി. 8.2%. നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യമാണ് ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുന്നൊരു ഏർപ്പാട്. പക്ഷെ അതിട്ടാൽ നമുക്ക് 6 മുതൽ 7% വരെ മാത്രമാണ് പലിശ കിട്ടുക. പക്ഷേ നിങ്ങൾ 60 വയസ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ 8.2% വരെ പലിശ കിട്ടാൻ സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിന് നമ്മളോടൊപ്പം ഉള്ളത് തിരുക്കൊച്ചി ഫിനാൻഷ്യൽ സർവീസസിൽ നിന്നും ജോൺ സി ജേക്കബ് സാറാണ്. സാർ, നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കുന്നു ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള ഈ സീനിയർ സിറ്റിസൺ സേവിങ് സ്കീമിനെ കുറിച്ച്. അതിനെക്കുറിച്ച് 2 വാക്ക് സാറിന് സംസാരിക്കാമോ? തീർച്ചയായിട്ടും. സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ വേറെ ഓപ്ഷനുകളുണ്ട്, അത് ആദ്യം മനസ്സിലാക്കിക്കണം. റിട്ടയർഡ് ആയ ആളുകൾക്ക് 55 വയസ്സ് കഴിഞ്ഞ ആളുകൾ 56 വയസ്സ് കഴിഞ്ഞ ആൾ ഇൻവെസ്റ്റ് ചെയ്യാം. നോർമലി പറയുന്നത് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 30 lakhs പറ്റുള്ളൂ. മാക്സിമം ഒരു ലൈഫ് ലോങ് 30 lakhs ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് 8.2% പെർ ആനം നമ്മുടെ ഇൻട്രസ്റ്റ് എല്ലാ 3 മാസം കൂടുമ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ കിട്ടും. പിന്നെ അത് ഇൻഡസ്ട്രി ബെസ്റ്റ് ആണോ? ഇൻട്രസ്റ്റ് ഏറ്റവും ബെസ്റ്റാണ്. ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് എവിടെയും കിട്ടത്തില്ല. ഉറപ്പാണ്. 1. 2, സേഫ്റ്റി. 100% ഗ്യാരണ്ടീഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. 30 lakhs. സപ്പോസ് യുവർ വൈഫ് ഈസ് എബോ 60, 30 + 30, 60 lakhs ഇടാം. നോ ടെൻഷൻ. ആൻഡ് അനദർ അഡ്വാൻറ്റേജ്, 5 കൊല്ലമാണ് ഇതിന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട പീരീഡ്. അത് കഴിഞ്ഞിട്ട് എല്ലാ 3 yearsഉം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ 8.2 വെച്ച് തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട്. ഇപ്പം അശ്വിൻ അറിയാം, ഇന്ന് കേരളത്തിലെ 90% ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റില്ല. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ബിലോ 7%. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു പ്രോഡക്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സീനിയർ സിറ്റിസൺ എന്നുള്ള കാറ്റഗറിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഇത് പലർക്കും അറിയില്ല. അത് അറിയത്തില്ലാതെ ഞാൻ എപ്പോഴും പല വീഡിയോകളും പറയാണ്ട് ഇതിന് കമ്മീഷൻ ഇല്ല. കമ്മീഷൻ ഇല്ലാത്തൊരു പ്രോഡക്റ്റിനെ ഒരു ഏജൻറ്റും വന്ന് സർവീസ് ചെയ്യത്തില്ല. അതായത് നമുക്ക് വേണ്ടിയിട്ട് അവരാരും പറഞ്ഞുതരാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് ചെയ്യണമെങ്കിൽ എവിടെ പോകണമെന്ന് ചോദിച്ചാൽ പോസ്റ്റ് ഓഫീസിൽ പോവാം. എല്ലാ നാഷണലൈസ്ഡ് ബാങ്കിലും ചെയ്യാം. ICICI, HDFC ബാങ്ക്, IDB ബാങ്ക്, എല്ലാ ബാങ്കിലും അവൈലബിൾ ആണ്. നമ്മളായിട്ട് അങ്ങോട്ട് ചെന്ന് പറയണം, എനിക്ക് സീനിയർ സിറ്റിസൺ സേവിങ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതിൻ്റെ ഫോം തരാൻ പറയണം. അതിൻ്റെ ഫോം വരെയാ, ബാങ്കിൽ FDയുടെ ഫോം അല്ല. അവർ അപ്പോൾ തന്നെ തരും, നമ്മൾ ചെക്ക് എഴുതി കൊടുത്താൽ മതി. അപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് 30 എന്ന് പറഞ്ഞാൽ 60 lakhs. പിന്നെ 60 lakhs ഇടാണ്ടോ 60 lakhs ഇല്ലെങ്കിൽ 1 ലക്ഷം രൂപ വേണം ഇടാം, 10,000 രൂപ വേണം ഇടാം, എത്ര പ്രാവശ്യം ഇടാം. പക്ഷേ ലിമിറ്റ് എന്ന് പറയുന്നത് 30 ആണ്. അതായത് 30 പ്രാവശ്യമായിട്ട് ഇടാം, 1 lakh ഈച്ച് ആയിട്ട്. ആ പ്രശ്നങ്ങളൊന്നുമില്ല. 30 lakhs കൂടുതൽ ഇല്ല എന്നുള്ള ഡിക്ലറേഷൻ നമ്മൾ എഴുതി എപ്പോഴും കൊടുക്കുകയും വേണം. അപ്പം ഞാൻ എല്ലാ മലയാളികളോടും, കാശുള്ള മലയാളികളോടും, ഓക്കെ, കാശുള്ളവർക്കാണ് ഫെസിലിറ്റി, മലയാളികളോടും എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് 60 വയസ്സിന് മുകളിലാണെങ്കിൽ, ഈവൻ ഈ പേരൻസിൻ്റെ മക്കളുണ്ടല്ലോ, അവർക്ക് പൈസ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പേരൻസിന് ഗിഫ്റ്റ് കൊടുത്തിട്ട് പേരൻസിൻ്റെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ടാക്സ് ആർബിട്രാജ് എടുക്കാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളുടെ 30 എന്നുള്ള സ്ലാബ് റേറ്റ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. 8.2% ലൈഫ് ലോങ് ഇൻട്രസ്റ്റ് ആണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. എഗെയിൻ ഞാൻ പറയുന്നു, 5 വർഷം ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും റിന്യൂ ചെയ്യാം എവറി 3 years. അപ്പം എല്ലാവരും അത് ചെയ്യുക എന്നുള്ളതാണ് അശ്വിൻ. ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. പക്ഷേ വീണ്ടും ഞാൻ പറഞ്ഞതാണ്, കമ്മീഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ പോലും ആരും പറയാനില്ല. കാരണം പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും നേട്ടമുള്ളതിനെ കുറിച്ചുള്ള ആൾക്കാർ നമ്മൾ നേട്ടമല്ല, നമുക്ക് സർവീസ് ചെയ്യുന്നതിന് നമുക്ക് എപ്പോഴും ചാരിറ്റി ചെയ്യാൻ പറ്റിയല്ലോ. അത് അങ്ങനെയാണ്. ഏത് നല്ല പ്രോഡക്ട്സിനും ഏജൻസ് ഇല്ല. അതാണ് എൻ്റെ ഒരു തിയറി. അതുകൊണ്ട് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക, നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മൾ തന്നെ സർവീസ് ചെയ്യുക. ഇപ്പം എന്നെ പോലെ തിരുക്കൊച്ചി ഫൈനാൻഷ്യൽ സർവീസൊക്കെ എങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ, എന്തുകൊണ്ടാണെന്ന് പറയുന്നത്, നമ്മുടെ ക്ലയൻസിന് മറ്റുള്ള പ്രോഡക്ട്സുകൾ നമ്മളോട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്സ്, മറ്റേ RBI ബോൺസ്, ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, ഇതൊക്കെ നമ്മളോട് ചെയ്യുമ്പോൾ ആഡ് ഓൺ ആയിട്ട് ഈ പ്രോഡക്റ്റ് നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ട് എനിക്ക് സീനിയർ സിറ്റിസൺ ഇൻവെസ്റ്റ് ചെയ്യണം, 25 കിലോമീറ്റർ അപ്പുറമുള്ള, നമുക്ക് പോകാൻ പറ്റത്തില്ല. കാരണം പെട്രോൾ അടിച്ച് നമുക്ക് മുതലാകത്തില്ല, എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ അവർ നേരിട്ട് അടുത്തുള്ള ഏതെങ്കിലും ബാങ്കിൽ പോയിട്ട് ഇത് ചെയ്യാം. പിന്നെ 80 വയസ്സ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ പ്രീമച്യൂറൊക്കെ അലൗഡാണ്. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ഇപ്പം ആർക്ക് വേണമെങ്കിലും എന്നെ നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ എൻ്റെ അടിയിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ അവിടെ പോയി
സർവീസ് ചെയ്ത് കൊടുക്കില്ല. ഓവർ എഫ് ആണ് എല്ലാം പറഞ്ഞു കൊടുക്കാം, ഏത് ബ്രാഞ്ചിൽ പോകണമെന്ന് പറഞ്ഞു കൊടുക്കാം. പക്ഷേ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ലയൻസിന് മാത്രമേ നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കാറുള്ളൂ. ചെയ്ത് കൊടുക്കാറുള്ളൂ. നമുക്കിപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് കിട്ടുമെന്ന് പറഞ്ഞു ഈ ഒരു സ്കീമിൽ നിന്ന്. ഇത് ആക്ച്വലി ടാക്സ് ഫ്രീ ആണോ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു സ്കീമാണ്. അപ്പോൾ ടാക്സിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ടാക്സ് ഫ്രീ അല്ല, ടാക്സബിൾ ആണ്. ടാക്സബിൾ ആണ്. പക്ഷേ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ 2025-26 ഫൈനാൻഷ്യൽ ഇയർ തൊട്ട് 12,70,75,000 രൂപ ടാക്സ് ഇല്ല. ഇവിടെ 60 ലക്ഷം രൂപ 30 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാൻ 2.5 ലക്ഷം രൂപയെ കിട്ടാൻ പോകുന്നുള്ളൂ. ഒരു അൾട്രാ HNI ക്ലയൻസ് ആണെങ്കിൽ, അതായത് നമ്മൾ പറയില്ല ഒരു സൂപ്പർ HNI ക്ലയന്റ് ആണെങ്കിൽ, നല്ല കാശുള്ളതാണെങ്കിൽ ഒരു 1.5 കോടി രൂപ വരെ ബാങ്കിൽ FD ഇട്ടാ ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം ആളുകൾ പറയുന്നത് ടാക്സ്, അതായത് 1 കോടി രൂപ ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാൽ 8 ലക്ഷം രൂപ കിട്ടുള്ളൂ. 8% വെച്ച് 1.5 കോടി ഇട്ട് 12 ലക്ഷം രൂപ കിട്ടുള്ളൂ. 12 ലക്ഷം രൂപ വരെ ഒരു വർഷത്തിന് ഒരു ടാക്സും ഗവൺമെൻറ് കൊടുക്കണ്ട. ആരാംസായിട്ട് എൻജോയ് ചെയ്യാം. ഈ ആവശ്യമില്ലാതെ അവിടെ ഇവിടെയും കൊണ്ടുപോയി പാൻ നമ്പർ കാണിക്കാതെ അവിടെ ഇടുക ഇവിടെ ഇടുക ഇതൊന്നും ചെയ്യണം. നേരിട്ട് ഗവൺമെൻറ് തന്നെ കൊടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ എംപ്ലോയീസിനാണെങ്കിൽ ബെനിഫിറ്റ് ഇല്ല, 1 ലക്ഷം രൂപ വരെ ഇങ്ങനത്തെ ടാക്സ് ഇല്ലല്ലോ. അത് ടാക്സിബിളാണ്. അപ്പോൾ 1.5 കോടി വരെ FD ഇടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതും ടാക്സ് ഫ്രീ അല്ലേ. പിന്നെ ഇത് 30 ലക്ഷം അല്ലേ ലിമിറ്റ് ഉള്ളൂ. അതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടെൻഷൻ ഇല്ല. എല്ലാം ഗവൺമെൻറ്റാണ്, സേഫ്റ്റി സെക്യൂരിറ്റി എല്ലാം ഉണ്ട്. എല്ലാം ഇവൻ ബാങ്ക് FDയും സേഫ് ആണ്. ബാങ്ക് FDയെക്കാട്ടിലും ഒരു 1.5% കൂടുതൽ ഇൻട്രസ്റ്റ് ഇവിടെ കിട്ടും. ബാങ്ക് FDയുടെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളും കിട്ടും. പക്ഷേ അതിനേക്കാൾ 1.5 അല്ലെങ്കിൽ 1.2% കൂടുതൽ ഇൻട്രസ്റ്റ് ബാങ്കിൽ തന്നെ നമ്മൾ ഇടുന്നേ. ഇത് ബാങ്കാണ് സർവീസ് ചെയ്യുന്നേ. അതിൽ വേണം സർട്ടിഫിക്കറ്റിന്റെ പേര് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം എന്നൊരു സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റ് ബാങ്കിലാണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വരുമായിരുന്നു. അതിന് പകരം ഗവൺമെന്റിന്റെ പേര് വരും. അത്രേ ഉള്ളൂ. സർവീസ് എല്ലാം സെയിം, പക്ഷെ പലിശ ഒരു 1.2% കൂടുതൽ കിട്ടും. അല്ല, ഇത് ഗ്യാരണ്ടീഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI, HDFC അല്ല, ബാങ്കാണ്. എങ്ങനെ നോക്കിയാലും ഒരാൾക്ക് ഏറ്റവും ലാഭകരം അല്ലെങ്കിൽ എങ്ങനെ നോക്കിയാലും ബെനിഫിറ്റ് മാത്രമാണ് ഉണ്ടാവുക. തീർച്ചയായിട്ടും. ആർക്കും നമ്മളിതിപ്പം മനസ്സിലാക്കിയിരിക്കണമെങ്കിൽ നമ്മളിപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇത് ഇഷ്ടം കേരളത്തിലൊക്കെ ഉള്ളൂ ഇതില്ലാത്തത്. ബാക്കിയുള്ള സ്റ്റേറ്റുകളിലെല്ലാവരും ആദ്യം അവരുടെ ഫുൾഫിൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ്. അത് ചെയ്തിട്ടേ മറ്റുള്ള റിസ്ക് റിലേറ്റഡ് പ്രൊഡക്റ്റിലേക്ക് പോകുള്ളൂ. പക്ഷേ ഇവിടെ എല്ലാവർക്കും റിസ്ക് എടുത്താലേ വർക്കൗട്ട് ആകുന്നുണ്ട്. ഏറ്റവും റിസ്ക് ഉള്ള കാര്യങ്ങൾ ആദ്യം പിടിക്കും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിലുള്ള ഈ കാര്യങ്ങളെ പറ്റി പലരും അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞെങ്കിലും അത് അറിഞ്ഞതായിട്ട് അടിക്കില്ല, വിട്ടുകളയും. അത് ഓരോരുത്തർ രീതിയാണ് പറഞ്ഞ. ഇപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ അറിയാവുന്ന ആൾക്കാരുണ്ട്. ബാങ്കിൽ FD ഉണ്ട്, പിന്നെ സർവീസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, കുറേ ഇഷ്യൂസുകളുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ യു ഡീൽ വിത്ത് സം സർവീസ് ഫൈനാൻഷ്യൽ സർവീസ് പ്രൊവൈഡർ ഡീൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു. ബട്ട് ഇതിനു വേണ്ടി മാത്രമായിട്ട് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം, അതായത് ബാക്കി ബാങ്ക് FDയിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ല, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് 1 to 1.5 ഇൻട്രസ്റ്റ് എക്സ്ട്രാ ആണ്. സോ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് തിരുക്കൊച്ചി ഫിനാൻഷ്യൽ സർവീസസിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഫോളോ ചെയ്യുക.